വീട്ടിലുണ്ടെങ്കിൽ ആഘോഷമാണ്. ഞാൻ ആൺമക്കളോട് പറയും, അച്ഛൻ വീട്ടിലുള്ളപ്പോൾ അന്തരീക്ഷം ആഘോഷമാണ്. നിങ്ങൾ വലിയ ആഘോഷമാക്കിയിരുന്നു. അച്ഛൻ്റെ നെഞ്ചിൽ തന്നെ കിടന്നുറങ്ങിയ, അച്ഛൻ വരുമ്പോൾ ഓടിച്ചെന്ന് അച്ഛനെ കൊണ്ട് എടുപ്പിച്ച് ഒന്ന് ഉയർത്തി കാട്ടുന്ന തരത്തിലൊരു ബന്ധം നിങ്ങൾക്ക് മകനും അച്ഛനും തമ്മിൽ ഉണ്ടായിരുന്നു. പക്ഷെ എവിടെയോ വെച്ച് നിങ്ങളൊന്ന് വളർന്നപ്പോൾ, കുഞ്ഞ് രോമം മുഖത്ത് കിളിർത്തപ്പോൾ നിങ്ങൾ അച്ഛനേക്കാൾ വലുതായി എന്ന തോന്നലിലേക്ക് വന്നെങ്കിൽ അത് അപകടമാണ്. അച്ഛനോട് പറയുന്നു, അച്ഛൻ മകനെ ചേർത്ത് പിടിക്കുന്നു. അമ്മമാരെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് നമ്മളല്ലേ. പക്ഷെ ഞാൻ പറയുന്നു, അച്ഛനെ പോലൊരു മരം, അച്ഛനെ പോലൊരു തണൽ മരം, അച്ഛനെ പോലൊരു വൻമരം വേറെയില്ല. അതങ്ങോട്ട് ഇല്ലാതാകണം. അപ്പോഴാണ് അറിയുന്നത് ഈ മരത്തിൻ്റെ തണൽ എത്രമാത്രം ശക്തമായിരുന്നു. ഞാൻ മക്കളോട് മാത്രമല്ല പറഞ്ഞ, അച്ഛൻ അങ്ങനെ ആവണം. ആ കുടുംബത്തിൻ്റെ തണൽ മരമാണ്, മഹാവൃക്ഷമാണ്, മഹാമേരുവാണ് ഈ അച്ഛനെന്ന് മക്കൾക്ക് തോന്നുന്ന തരത്തിലേക്ക് അച്ഛൻ ഉയരണം, അച്ഛൻ മാറണം. മക്കൾക്കത് ഫീൽ ചെയ്യണം, ചേർത്ത് പിടിക്കണം. അച്ഛൻ മക്കളെയും മക്കൾ അച്ഛനെയും. അമ്മ നമുക്കറിയാമല്ലോ, അമ്മ എല്ലാമാണ് നമ്മുടെ. പകരം വയ്ക്കാനില്ലാത്തൊരു ദൈവമാണ് അമ്മ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ. അത്യാവശ്യത്തിന് എഴുതുന്ന കൂട്ടത്തിലാണ് ഞാൻ, കവിത ചൊല്ലുന്ന കൂട്ടത്തിലുമാണ്. പക്ഷേ കവിയരങ്ങൻ്റെ വേദികളിൽ വളരെ വിരളമായിട്ട് മാത്രം എത്തുന്ന ഒരാളാണ് ഞാൻ. കവിതയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, കവിതാ സമാഹാരത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് ഗാനങ്ങളാണ്. ഗാനങ്ങൾക്ക് ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ വേദികളിൽ കാണാൻ അവസരം കുറവാണ്. വേറൊന്നുമല്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. അച്ഛനെക്കുറിച്ച് സ്കൂളിൽ പഠിക്കുമ്പോൾ, ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ എഴുതിയൊരു കവിതയുണ്ട്. 8 വരിയുള്ള കവിത, അച്ഛൻ. ആ 8 വരി കവിത മലയാളത്തിൻ്റെ ആരാധ്യനായ കവിയും ഗാനരചയിതാവുമായ IAS കാരൻ കവിത വായിച്ചിട്ട് എന്നോട് പറഞ്ഞു. ആരായിരിക്കും? ജയകുമാർ സാർ വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാർ കുറച്ചുകൂടി വലുതാക്കണം കവിത. ജയകുമാർ സാറിന് മനസ്സിലായില്ലേ? ചന്ദനല്ലേ സുഗന്ധം തൂകിയതാരോ, മലയാളത്തിൻ്റെ സുഹൃതം ദൈവമാർ. അങ്ങനെ ഞാൻ കവിതയെ 36 വരിയാക്കി പിന്നീട് ഡെവലപ്പ് ചെയ്തു. അച്ഛനെന്നാണ് കവിതയ്ക്ക് പേരിട്ടിരുന്നത് തുടക്കത്തിൽ. പിന്നെ അത് 36 വരിയാക്കിയപ്പോൾ ഞാൻ അച്ഛൻ്റെ കൈവിരൽ തുമ്പിൽ പിടിച്ച് സ്കൂളിലേക്ക്, അക്ഷരമുറ്റത്തേക്ക് പോയ ഓർമ്മകളെ കണക്ട് ചെയ്തുകൊണ്ട് കൈവിരൽ തുമ്പിലുണ്ട് അച്ഛൻ എന്ന കവിതയ്ക്ക് പേര് മാറ്റി. ഈ അച്ഛൻ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ഒരു വാശിക്കാരനായിരുന്നു. നീ അച്ഛൻ്റെ നെഞ്ചിൽ കിടന്നേ ഉറങ്ങും. എൻ്റെ മെമ്മറിയിലില്ല കേട്ടോ. അപ്പോൾ അത്രയും ചെറുതിലെ അച്ഛൻ നെഞ്ചിൽ കിടത്തിയേ ഉറക്കൂ, ഞാൻ അച്ഛൻ്റെ നെഞ്ചിൽ കിടന്നേ ഉറങ്ങും. പക്ഷെ ഒരു ദിവസമേ ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന്, ഇവിടെ ഇരിക്കുന്ന മക്കൾ ഉച്ചഭക്ഷണം കഴിച്ചത് സ്കൂളിൽ നിന്നാണെങ്കിൽ അത് ചോറായിരിക്കും. പക്ഷെ ഞാൻ കഴിച്ചത് ഗോതമ്പാണ്, മഞ്ഞപ്പൊടി വേവിച്ചതാണ്. ആ മഞ്ഞപ്പൊടിയും ഗോതമ്പുമൊക്കെ വേവിച്ചത് കഴിക്കാൻ ഉച്ചയ്ക്ക് സ്കൂള് ബ്രേക്ക് വരുമ്പോൾ, ലഞ്ച് ബ്രേക്ക് വരുമ്പോൾ ഒരു ഓട്ടമുണ്ട്. പോക്കറ്റിൽ നിന്നൊരു ഇലയും എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് ഒരു വട്ടത്താമര ഇല മടക്കിയിട്ടിട്ടുണ്ടാവും. ഒരു ദിവസം ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് തൊട്ടു മുമ്പുള്ള പീരീഡ്, അടുത്ത വീട്ടിലൊരു അങ്കിള് എൻ്റെ എച്ചമ്മുമായിട്ട് വരിക. സോറി, അങ്കിളല്ല, ഞങ്ങൾക്കൊക്കെ വന്ന് മാമനാണ്, ബന്ധുവൊന്നുമല്ല. എന്നോട് വന്ന് പറഞ്ഞു, എടാ സുനിലേ, ഇദ്ദേഹം നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്, പൊയ്ക്കോളും. മന്ത്രി മരിച്ചാലും വേണ്ടില്ല, അവധി കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിക്കുന്ന പ്രായമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ വരാൻ പറ്റില്ല, കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ എന്ത് കിട്ടും? മഞ്ഞപ്പൊടി കിട്ടും. അപ്പോൾ സാറ് പറഞ്ഞു, പോയേ പറ്റും, നിന്നെ ഇപ്പോൾ വീട്ടിൽ ആവശ്യമാണ്. മോൾക്ക് വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകാൻ എത്ര ദൂരമുണ്ട്? നടക്കാൻ എത്ര ദൂരമുണ്ട്? നടക്കാൻ എത്ര ദൂരമുണ്ട്? പോട്ടെ, മോൻ എത്ര ദൂരമുണ്ട്? 3/4 കിലോമീറ്റർ അല്ലേ? എനിക്ക് 4.5 കിലോമീറ്റർ.
വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് നടക്കാൻ 4.5 കിലോമീറ്റർ, തിരിച്ചു അത്ര നടന്നല്ലേ ഉള്ളൂ, വീട്ടിൽ പോണ്ടേ. 9 കിലോമീറ്റർ രാവിലെ വൈകിട്ട്. അതിൽ 2 കിലോമീറ്റർ ടാർ ചെയ്യാത്ത മൺപാതയാണ്, തടം. 1.5 കിലോമീറ്റർ പാടവരമ്പാണ്, പാടവരമ്പ്. ഓക്കെ, അപ്പം 3.5 ആയില്ലേ. ഇനി 1 കിലോമീറ്റർ പണയും തെങ്ങും പണയും ഒക്കെയാണ്, പുരയിടം. അങ്ങനെ ഞാൻ ഈ മാമൻ്റെ കൂടെ അങ്ങനെ നടക്കുകയാണ്. എന്താ വീട്ടിൽ വിശേഷം? എൻ്റെ വീട്ടിൽ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഇല്ല, വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഇല്ല. എന്താ കാര്യം? ഒന്നും പറയുന്നില്ല സാർ. പുള്ളി വലിയ ഗൗരവത്തിലാണ്. പക്ഷേ പാടവരമ്പ് കഴിഞ്ഞ് പണയിലേക്ക് കയറുമ്പോൾ, പുരയിടത്തിലേക്ക് കയറുമ്പോൾ, വീതിയുള്ള വഴിയിലേക്ക് കയറുമ്പോൾ, എൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് നോക്കുമ്പോൾ മനസ്സിലായി വീട്ടിലേക്കാണ് ആൾക്കാരുടെ പ്രവാഹം, ഒഴുക്ക്. നിങ്ങൾ നോട്ടീസ് കണ്ടു, വി സുനിൽരാജ്. ഞാൻ സുനിൽരാജ് വി അല്ല, വി സുനിൽരാജാണ്. സുനിൽരാജ് വിശ്വനാഥ് അല്ല, വിശ്വനാഥ് സുനിൽരാജാണ്. യെസ്, അച്ഛനാണ് ആദ്യം. പരിചയക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽക്കാരും നാട്ടുകാരും ഒക്കെ ആയിട്ട് ഒരു പൂരം തന്നെ, ആൾപൂരം. നിങ്ങളുടെ വീടിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല. എൻ്റെ വീടൊരു ടെറസ് ബിൽഡിങ്ങാണ് ഇപ്പോഴത്തേത്. പക്ഷെ അന്നത്തെ എൻ്റെ സ്വർഗ്ഗമായിരുന്നു. അടയ്ക്കാമരവും ഓലയും ചേർത്ത കൂരയും വിണ്ട് കീറിയ മൺചുവരുള്ള ചാണകം മെഴുകിയ തറയുമുള്ള സ്വർഗം. അങ്ങനെ വീട്ടിനടുത്തോട്ടെത്തിയപ്പോൾ മനസ്സിലായി സംതിങ് റോങ് ആണെന്ന് മനസ്സിലായി. മുറ്റത്തോട്ട് കയറിയപ്പോൾ അടുത്ത ബന്ധു വന്ന് ഷോൾഡറിൽ നിന്ന് അമർത്തിയിട്ട് പറഞ്ഞു, പിടിച്ചു നിൽക്കണം, നിന്റെ അമ്മയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, നിന്റെ അനിയത്തി അവള് ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ടു പോകുന്നുണ്ട്. പ്രൈമറിക്കാരനായി ഞാൻ പിടിച്ചു നിൽക്കണോ? അങ്ങനെ നടന്ന് ആൾക്കാരുടെ ഇടയിലൂടെ വരാന്തയിലേക്ക് കയറുമ്പോൾ, മൺതറയിലെത്തുമ്പോൾ വെള്ളമുണ്ട് പുതച്ച് വിശ്വനാഥ് അങ്ങനെ കിടപ്പുണ്ട്. നിലവിളക്ക് എരിയുന്നുണ്ട്, ചന്ദനത്തിരിയുടെ ഗന്ധവും പുകയും. നെഞ്ചിൽ കിടത്തി ഉറക്കിയിട്ടുണ്ടെന്ന് ഒരുപാട് വട്ടം പറഞ്ഞു അമ്മ. ഞാൻ അടുത്ത് ചെന്നിരിക്കുന്ന നേരത്ത് നെഞ്ചിലോട്ടൊന്ന് കൈവയ്ക്കാൻ ഒരുങ്ങുമ്പോൾ അപ്പുറത്തെ ദേവീക്ഷേത്രത്തിലെ ദേവിയെയും ഇപ്പുറത്തെ ശിവക്ഷേത്രത്തിലെ ശിവനെയും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചലനമുണ്ടാകണേ, നെഞ്ചിൽ തുടിപ്പുണ്ടാകണേ. അച്ഛൻ്റെ നെഞ്ചിൽ കൈവച്ച് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കാരണം കൈ രണ്ടും കെട്ടി നെഞ്ചിൽ വെച്ചേക്കുക, ചലനമില്ല. കാൽപാദങ്ങളിൽ നിന്ന് സ്പർശിക്കാൻ, തൊഴാൻ ചെല്ലുമ്പോൾ 2 കാൽപാദങ്ങളിലെയും വിരലുകൾ ചേർത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട്. അവസാന യാത്രയ്ക്കുള്ള പുറപ്പാട്. ഇപ്പോഴും എൻ്റെ കൈവിരൽ തുമ്പിലുണ്ട് അച്ഛൻ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, അച്ഛൻ കൈവിരൽ തുമ്പിലുണ്ട്. അച്ഛന്മാരോട് പറയാനുള്ളത്, അച്ഛന്മാർ മക്കളുടെ കൈവിരൽ തുമ്പിലുണ്ടാവണം. ആ ചിത, ഞാൻ കത്തിച്ച അച്ഛൻ്റെ ചിത എത്ര നേരമാണ് എരിയുന്നത് നോക്കി നിന്നത് എനിക്കിപ്പോഴും ഓർമ്മയില്ല. ഒരു പക്ഷേ സാർ, നീലകണ്ഠൻ സാർ, വയലാർ ആത്മാവിലൊരു ചിത എഴുതിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സമാനമായ ഞാനന്ന് എഴുതിയത്. മനസ്സിലായില്ലേ? അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും അന്നു നിശബ്ദമായി. വയലാർ എഴുതിയതാണ്. വയലാർ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛൻ മരിച്ചത് കണ്ട് വളർന്നപ്പോൾ എഴുതിയ കവിതയാണ് ആത്മാവിലൊരു ചിത. അങ്ങനെ ഞാൻ അച്ഛനെ കുറിച്ച് എഴുതിയ 36 വരി കവിതയിലെ ആദ്യത്തെ 4 വരിയും അവസാനത്തെ 4 വരിയും നിങ്ങളെ കേൾപ്പിക്കാം. ഇത്ര കേൾപ്പിക്കുന്നുള്ളൂ, മൊത്തം ചൊല്ലുന്നില്ല. അങ്ങനെ ചൊല്ലാനുള്ള കവികളൊക്കെ ഇവിടെ ഇരിക്കുക. കൈവിരൽ തുമ്പിലുണ്ട് അച്ഛൻ. അച്ഛനുണ്ടെങ്കിൽ അച്ഛനെ ഒന്ന് കണ്ടാൽ കൊള്ളാൻ നിങ്ങൾക്ക് തോന്നും. അച്ഛനില്ലെങ്കിൽ അച്ഛനെ കുറിച്ച് ഓർക്കും.
അച്ഛൻ്റെ കൈവിരൽ തുമ്പിൽ പിടിച്ചു ഞാൻ അക്ഷരമുറ്റത്തണഞ്ഞു. അച്ഛൻ്റെ കൈവിരൽ തുമ്പിൽ പിടിച്ചു ഞാൻ അക്ഷരമുറ്റത്തണഞ്ഞു. അക്ഷരം വാക്കായി വാചാലമായി പിന്നെ അച്ഛൻ്റെ സ്വപ്നമായി ഞാനും. അക്ഷരം വാക്കായി വാചാലമായി പിന്നെ അച്ഛൻ്റെ സ്വപ്നമായി ഞാനും. അച്ഛൻ്റെ സ്വപ്നമായി ഞാനും. അവസാനത്തെ വരികൾ എല്ലാ വാക്കും അച്ഛനെ കുറിച്ച്. ആകാശവും പിന്നെ താരകപ്പൂക്കളും ചന്ദ്രിക തൂവും നിലാവും. ആകാശവും പിന്നെ താരകപ്പൂക്കളും ചന്ദ്രിക തൂവും നിലാവും. കാറ്റിൻ്റെ താളവും ചന്ദനം പൂക്കുന്ന ഗന്ധവും ചേർന്നതാണച്ഛൻ. കാറ്റിൻ്റെ താളവും ചന്ദനം പൂക്കുന്നതാണച്ഛൻ. ചന്ദന ഗന്ധമോ ഗന്ധമാണെന്നുമെന്നച്ഛൻ. ചന്ദന ഗന്ധമാണെന്നുമെന്നച്ഛൻ. തേനൂറും സ്നേഹമായി ഹൃദയത്തിൻ താളമായി. തേനൂറും സ്നേഹമായി എൻ ഹൃദയത്തിൻ താളമായി. കൈവിരൽ തുമ്പിലുണ്ടച്ഛൻ. എൻ്റെ കൈവിരൽ തുമ്പിലുണ്ടച്ഛൻ. ഇന്നും കൈവിരൽ തുമ്പിലുണ്ടച്ഛൻ. എന്നും കൈവിരൽ തുമ്പിലുണ്ടച്ഛൻ. അതാണ് അച്ഛൻ. അച്ഛൻ അങ്ങനെ ആകണമെന്ന് അച്ഛന്മാരോട് പറയുന്നു. കേട്ടിരിക്കുന്ന മക്കളോട് പറയുന്നു, അച്ഛനെ അങ്ങനെ കാണണമെന്ന് പറയുന്നു. എപ്പോഴാണാവോ തിരിച്ചു പോകുന്നതെന്ന് അറിയാൻ വയ്യ നമ്മളെല്ലാവരും. മനസ്സിലായില്ലേ? നമ്മളെന്തോ സംതിങ് ആണെന്ന് കയറി വിചാരിക്കുന്നു പലരും. പ്രൊഫസർ, അഡ്വക്കേറ്റ്, സുപ്രീം കോടതി ജഡ്ജ്, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, എല്ലാവരും സംതിങ് ആണെന്ന് കയറി വിചാരിക്കുന്നിടത്ത് പ്രശ്നം വരും. റൈറ്റ്? ഒന്നുമല്ല. നിങ്ങളെല്ലാവരും വിഷ്ണു നഗറിലെ മുഴുവൻ പേരും, എൻ്റെ മുമ്പേ ഇരിക്കുന്ന കുഞ്ഞു കുട്ടികളടക്കം എല്ലാവരും ഡീപ്പായിട്ടൊന്ന് ഇൻഹെയിൽ ചെയ്തേ. എടുത്തോ. ഇൻഹെയിൽ ചെയ്ത എയർ താഴോട്ടൊന്ന് ഒരിക്കൽ കൂടി പോയില്ലെങ്കിൽ തീർന്നു പോകുന്നതാണ് ഈ ജീവിതമെന്നത് തിരിച്ചറിയാൻ ചിലർ പിടിച്ചു വെച്ചേക്കുന്നുള്ളൂ. വിട്ടേക്ക്. ശക്തമായിട്ടൊന്ന് എക്സേൽ ചെയ്തേ. എക്സേലിംഗ് എയർ ഒരിക്കൽ കൂടി അകത്തോട്ട് കയറിയില്ലെങ്കിൽ കഴിഞ്ഞു. ദാറ്റ് മീൻസ് വി ആർ ലിവിങ് ഇൻ ബിറ്റ്വീൻ ദ ഇൻഹെയിലിംഗ് ആൻഡ് എക്സേലിംഗ് എയർ. റൈറ്റ്? അകത്തേക്കും പുറത്തേക്കുമുള്ള വായു പ്രവാഹത്തിൽ കഷ്ടപ്പെട്ട് കടന്നു പോകുന്നതാണ് ഈ ജീവിതമെന്ന തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മൾ അഹങ്കരിക്കില്ല. അഹങ്കരിക്കാൻ എൻ്റെ പക്കൽ ഒന്നുമില്ലേ. മനസ്സിലായില്ലേ? മനുഷ്യനെ കുഴയ്ക്കുന്നത് മുഴുവൻ. ഞാൻ ചോദിക്കട്ടെ, നാളെ രാവിലെ നിങ്ങൾ കേൾക്കുന്നു ഡോക്ടർ സുനിൽ രാജ് മരിച്ചു. ഒന്നും സംഭവിക്കില്ല എൻ്റെ ഭൂമിക്ക്. സംഭവിക്കുമോ? അപ്പോഴും മഴ പെയ്യും, പുഴയൊഴുകും, തിരമാലയുണ്ടാകും, പൂക്കൾ വിടരും, പൂത്തുമ്പികൾ തേൻ നുകരും, സൂര്യൻ ഉദിക്കും, സൂര്യൻ അസ്തമിക്കും, ഭൂമി കറങ്ങും, എല്ലാം നടക്കും. നടക്കില്ലേ? അപ്പം ഞാനിവിടെ ഉണ്ടാകേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ്. യെസ് സർ, എൻ്റെ മാത്രം ആവശ്യമാണ്. ഞാനില്ലെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചുക്ക് സംഭവിക്കില്ല. മനസ്സിലായ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ. ഞാൻ ചോദിക്കട്ടെ, നമ്മളിങ്ങനെ കൊണ്ട് നടക്കുന്നത് ഞാൻ ചോദിക്കുകയാണ്, നമ്മളെ എത്ര തലമുറ ഓർത്തിരിക്കും? നമ്മുടെ അച്ഛനെ നമുക്കറിയാം, അച്ഛൻ്റെ അച്ഛനെ അറിയാം, അച്ഛൻ്റെ അച്ഛനെ അറിയാമോ? അച്ചാച്ചൻ്റെ അച്ഛനെ കണ്ടിട്ടുള്ളൂ. ഞാൻ എൻ്റെ അച്ചാച്ചനെ കണ്ടിട്ടില്ല. അച്ഛൻ ചെറുതായിരിക്കുമ്പോഴേ അച്ഛൻ മരിച്ചെന്ന് കേട്ടിട്ടുണ്ട്, അച്ഛൻ്റെ അച്ഛൻ. മനസ്സിലായില്ലേ? അപ്പോൾ കൂടിയാലൊരു 2 ജനറേഷൻ, 2 തലമുറയാണ് നമ്മളെ ഓർക്കുക. മനസ്സിലായ? ഇത്രേ ഉള്ളൂ. ഈ ചിന്ത നമുക്കുണ്ടായാൽ നമ്മൾ മനനം ചെയ്യുന്നവരാകും. മനനം ചെയ്യുന്നവൻ ആരാണ്? മനുഷ്യനാണ്. മനനം എന്താ? ഞങ്ങൾ സൈക്കോളജിയിൽ പറയും തിങ്കിങ് ആൻഡ് റീതിങ്കിങ് കേപ്പബിലിറ്റി. ചിന്തിക്കുകയും പിന്നെയും പുനർചിന്തിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ മനനം ചെയ്യുന്നവരാണ്. മനുഷ്യനാകണം. മുരുകൻ കാട്ടാക്കട ഇടയ്ക്ക് മനുഷ്യനാകണം പാടിയല്ലേ? ഞാനത് പാടുന്നില്ല. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, റെസിഡൻസിലെ മുഴുവൻ പേരോടും പറയാനുള്ളത്, ആകെ ഒരു ഷോർട്ട് പീരീഡേ നമ്മളിവിടെ ഉള്ളൂ. വയലാർ വളരെ
സങ്കടത്തോടെ പാടിയ വരികളാണേത്. ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടി കിട്ടില്ല. അപ്പോൾ ഒരു ജന്മം കൂടി വരില്ല എന്നുള്ളത് ഉറപ്പാണ്. കിട്ടുന്ന ഈ സമയം മാഗിച്ച് പരസ്പരം വാരിപ്പുണർന്ന് അച്ഛനും അമ്മയും മക്കളിൽ നിന്ന് ചേർത്ത് പിടിക്കണം. അതിനാകട്ടെ വിഷ്ണുനഗർ കേരളത്തിലെ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് മാതൃക. നിങ്ങളിലെ മനുഷ്യനെ കാണുമ്പോൾ പബ്ലിക്കിന് പറയാൻ പറ്റണം, വിഷ്ണുനഗറിലെ ആളാണോ. നിങ്ങളുടെ സമീപനം കാണുമ്പോൾ, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ബഹുമാനം കാണുമ്പോൾ ആൾക്കാർക്ക് ചോദിക്കാൻ പറ്റണം, വിഷ്ണുനഗറിലെ കുട്ടിയാണോ. മനസ്സിലായില്ലേ? ഇറ്റ്സ് നോട്ട് ജോക്ക്. ഞാൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? വിശ്വനാഥൻ്റെ മകനാണ് എന്ന് പറയാനുള്ളൊരു ആവേശമുണ്ടല്ലോ എനിക്ക്. പക്ഷേ അച്ഛൻ പറഞ്ഞു അച്ഛനെ കൊല്ലണമെന്ന്. അച്ഛൻ പറഞ്ഞു അച്ഛനെ കൊല്ലണമെന്ന്. ആ പ്രയോഗം നീലകണ്ഠ സാറിന് അറിയാമോ? എന്താ അച്ഛനെ കൊല്ലണമെന്ന പ്രയോഗം? നീ എന്നിലൂടെ അല്ലടാ അറിയപ്പെടേണ്ടത്, ഞാൻ നിന്നിലൂടെ അറിയപ്പെടും. ക്ലിയർ സർ? മനസ്സിലായില്ലേ? ഞാൻ അറിയപ്പെടേണ്ടത് നാളെ നിന്നിലൂടെയാണ്. നിൻ്റെ അച്ഛനാണ് ഞാനെന്ന്. യെസ്, എൻ്റെ മക്കൾ അങ്ങനെ മാറും വിഷ്ണുനഗറിലെ. അച്ഛനെ കൊല്ലണമെന്ന് പറഞ്ഞ് രാത്രി ഒന്ന് കത്തി എടുക്കരുത്. കഴുത്തിന് വെച്ചിട്ട് ഡോക്ടർ സുൽഡായി വന്ന് പറഞ്ഞിട്ട് പോയി തട്ടണോ. എൻ്റെ മേൽ വെച്ചളയരുത്, എൻ്റെ തോളിൽ വെച്ചളയരുത്. കുട്ടിക്കാലത്ത് വായിച്ച മലയാളം പാഠപുസ്തകത്തിൽ വായിച്ചതാണ് ഏത്? അമ്മ എന്നും എനിക്ക് കാച്ചിയ പാൽ തരും, അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയും. എന്തെന്നാൽ ഞാൻ അച്ഛനേക്കാൾ വലുതാക്കണമെന്നാണ് അമ്മയ്ക്ക് മോഹം. യെസ്, അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അച്ഛനേക്കാൾ പേരെടുക്കുന്ന മനുഷ്യൻ എന്ന നിലയിൽ, അത് അഡ്വക്കേറ്റാണോ, പ്രൊഫസറാണോ, എഞ്ചിനീയറാണോ, ഡോക്ടറാണോ, പ്രധാനമന്ത്രിയാണോ, പ്രസിഡൻ്റാണോ എന്ന ലെവലല്ല, മനുഷ്യൻ എന്ന നിലയിൽ അച്ഛനേക്കാൾ അമ്മയേക്കാൾ പേരെടുക്കുന്ന തരത്തിലേക്ക് ഉയരുന്നതാകട്ടെ നമ്മുടെ ഈ ജന്മം. തിരിച്ചു പോകുമ്പോൾ ഒരു നല്ല മനുഷ്യനായി നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്ന് ആർക്കെങ്കിലുമൊക്കെ ഓർക്കാൻ പറ്റുന്ന വല്ലതുമൊക്കെ ചെയ്തു വെച്ചിട്ട് പോകണം. വിഷ്ണുനഗർ റെസിഡൻസ് അസോസിയേഷനെ, വിഷ്ണുനഗർ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങളെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, പ്രണയിക്കുക, പരമാവധി പ്രണയിക്കുക. ഇപ്പം മിക്കവാറും ഇവിടെ ഇരിക്കുന്ന മക്കൾ വീട്ടിൽ ഒന്ന് പറയും, അമ്മേ എനിക്ക് അവളോട് ആകാമെന്നാണ് ഡോക്ടർ സുൽരാജ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിലുള്ളതാ. പ്രണയം, എനിക്കെൻ്റെ അച്ഛനോട് പ്രണയം, കരൾ പാതി പങ്കിട്ട പ്രണയം. എൻ്റെ അമ്മയോട് കരൾ പാതി പങ്കിട്ട പ്രണയം. എൻ്റെ സഹോദരിയോട്, അനിയത്തിയോട് കരൾ പാതി പങ്കിട്ട പ്രണയം. എൻ്റെ സുഹൃത്തുക്കളോട് കരൾ പാതി പങ്കിട്ട പ്രണയം. ഇപ്പോൾ ഓഗസ്റ്റ് 3-ാം തീയതി ഇവിടെ നിൽക്കുമ്പോൾ വിഷ്ണുനഗറിലെ നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് കരൾ പാതി പങ്കിട്ട പ്രണയം. അതാണ് പ്രണയം. മനസ്സിലായില്ലേ? അരുവികൾ കളകളം തീർക്കുന്ന രാവിലും കുളിരായി നീ എന്നിലിട ചേർന്ന രാവിലും അനുരാഗ വിവശയായി അണയുന്ന നിന്നെ എൻ ജീവന്റെ ജീവനായി ചേർത്ത കാലം, കരൾ പാതി പങ്കിട്ട പ്രണയകാലം. നിൻമിഴിപ്പൊയ്കയിൽ നീരാടുവാനെത്തും ഹംസം ഞാനാണെന്നറിഞ്ഞ കാലം, ശ്വാസനിശ്വാസവും നിറമാർന്ന സ്വപ്നവും ഒന്നായി തീർന്നൊര പ്രണയകാലം, കരൾ പാതി പങ്കിട്ട പ്രണയകാലം. ഇത് ഉള്ളൂരിൻ്റെതല്ല, ഇത് വള്ളത്തോളിൻ്റെതല്ല, ഇത് ആശാൻ്റേതല്ല, ഇത് AR രാജരാജവർമ്മയുടേതല്ല, ഇത് വയലാറിൻ്റേതുമല്ല, ഇത് ONV-യുടേതുമല്ല. പക്ഷേ ഈ കവിതയ്ക്ക് ഇവരുടെയൊക്കെ പേരിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് എഴുതിയ ആളിനെ ഓഗസ്റ്റ് 3-ാം തീയതി വൈകുന്നേരം 3:45 മുമ്പ് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. 3:45 ശേഷം അയാൾ ഇവിടെ ഉണ്ട്, ഈ സ്റ്റേജിലുണ്ട്. അയാളുടെ പേര് സുൽരാജാണ്. ഞാൻ ആ പാടവരമ്പത്തോട് നടന്നു പോയത് കവിതയിലുണ്ട്. പാടവരമ്പത്തെ കാക്കപ്പൂന്നുള്ളുവാൻ മാനത്തു കണ്ണിയെ കൈക്കുള്ളിലാക്കുവാൻ കദളി വാഴ
കുലത്തെ നിനക്കേകുവാൻ മത്സരിച്ചോടിയൊരു പ്രണയകാലം, കരൾ പാതി പങ്കിട്ട പ്രണയകാലം. 12 വരിയായിട്ടുള്ളൂ, 100 വരിയുണ്ട്, ബാക്കി ചൊല്ലുന്നില്ല. ഇതാണ് പ്രണയം. തീവ്രമായ ബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകമാണേത്? പ്രണയം. അച്ഛനോട്, അമ്മയോട്, സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട്, നാടിനോട്, രാജ്യത്തോട് പ്രണയം. ഇത് കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ എല്ലാം നന്നാവും, നല്ല മനുഷ്യനാവും. ഞാൻ ഒത്തിരി നീട്ടുന്നില്ല, ചോദിച്ചതിനേക്കാൾ സമയം ഞാൻ എടുത്തു. എന്നിട്ടും രവീന്ദ്ര സാർ എന്ന് പറഞ്ഞു. എന്താ രവീന്ദ്ര സാറല്ലേ? സാറ് പറഞ്ഞു പിന്നെയും നീളുണ്ട്, കാരണം കാലാവസ്ഥയൊക്കെ ഒന്ന് നന്നായിരിക്കുന്നു, നിങ്ങൾക്ക് ഇനിയും കുറച്ച് പരിപാടികളുണ്ട്. നമ്മുടെ കൗൺസിലർ ശ്രീദേവി മാഡമൊക്കെ അങ്ങനെ സംസാരിക്കാൻ തയ്യാറായിരിക്കുന്നുണ്ട്. ഞാൻ നീട്ടുന്നില്ല. എനിവേ, തീർച്ചയായും സന്തോഷം. നമ്മുടെ ശശികുമാർ സാറ് ആണ് എന്നെ ഇവിടെ എത്തിക്കാൻ, ഞാനിവിടെ എത്താൻ കാരണമായത്. അദ്ദേഹം കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ചയല്ലോ ഒരു പ്രോഗ്രാം ഡേറ്റ് മാറ്റി. കുഴപ്പമില്ല, എനിക്ക് ഈ സൺഡേസ് ഒരു വിഷയമുള്ളത്. സന്ധ്യയ്ക്ക് ശേഷം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, കാരണം സൺഡേ എന്നെ ആൾക്കാർ ഒത്തിരി യൂസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഇന്ന് 7 മണിക്ക് കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. 7 മണിക്ക് രാവിലെ തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് 1:30 നിർത്തി ഫുഡും കഴിച്ചിട്ട് ഡ്രസ്സ് ചെയ്തിങ് ഇറങ്ങുകയാണ്, റൈറ്റ്. പക്ഷേ രാത്രി വരെയും ഇന്ന് കൺസൾട്ടിങ് ടൈം ഉള്ളതാണ് എനിക്ക്. ഓക്കെ, അതുകൊണ്ട് ഈ വൈകുന്നേരമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സാറിൻ്റെ ആ ഒരു സ്നേഹപൂർവമായ ഇടപെടൽ ഇവിടെ എത്താതിരിക്കാൻ എന്നെ അനുവദിച്ചില്ല. അങ്ങനെയാണ് വന്നത്. സന്തോഷമുണ്ട് അദ്ദേഹം എന്നെ ക്ഷണിച്ചതിലും നിങ്ങളുടെ കുടുംബ കൂട്ടായ്മയിലേക്ക് എത്താൻ എന്നെ ക്ഷണിച്ചതിലും എനിക്ക് എത്താൻ പറ്റിയതിലും പിന്നെ എന്നെ നിങ്ങൾ കേട്ടിരുന്നതിലുമൊക്കെ അകമഴിഞ്ഞ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. സ്നേഹപൂർവ്വമുള്ള നന്ദിയും തുടങ്ങുക. ഏറ്റവും നല്ല ബന്ധം, ഞാൻ വെറുതെ പറഞ്ഞതല്ല, എല്ലാം താറുമാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഓർക്കും തോറും സങ്കടമാണ്. കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്തെ ഒരു സ്കൂളിലെ കാരൻ ആത്മഹത്യ ചെയ്തു. ചെറിയ വിഷയമായിരുന്നു, ചെറുതായിരുന്നു. TV കാണരുത്. എന്ത് അച്ഛനമ്മമാരായ നമുക്ക് TV കാണരുത്, പഠിക്കേണ്ട സമയത്ത് TV കാണരുതെന്നും മൊബൈൽ എടുക്കരുതെന്നും പറഞ്ഞുകൂടെ? ഞങ്ങളല്ലാതെ നിങ്ങളോട് ആരാ പറയുക മക്കളെ? അത് സ്നേഹപൂർവ്വമുള്ള ഇടപെടലല്ലേ, സ്വീകരിക്കണ്ടേ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നിസ്സാരമായ ഒരു കാര്യത്തിന് ജീവിതം അവസാനിപ്പിച്ച് കളഞ്ഞാൽ ഞങ്ങൾ മാതാപിതാക്കൾക്കുണ്ടാകുന്ന നോവ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ അച്ഛനമ്മമാർ മരിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഫീലല്ല ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ മരിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ മക്കളെ, നിസ്സാരമാണല്ല. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാം. ഇടയ്ക്ക് വെച്ച് വീട് വിട്ടിറങ്ങിപ്പോവുകയോ ആത്മഹത്യക്ക് തയ്യാറാവുകയോ ചെയ്യരുത്. അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അച്ഛനമ്മമാർക്ക്. എൻ്റെ 19 വയസ്സുകാരി LLB സെക്കൻഡ് ഇയറിന് 5 years LLB ഇൻ്റഗ്രൽ LLB സെക്കൻഡ് ഇയറിന് പഠിക്കുകയാണ്. അവൾ തീർച്ചയായിട്ടും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനുണ്ടെങ്കിൽ ഹഗ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്, അമ്മയെ ഹഗ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ എന്താ, ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചെത്തണേ എന്നാണ് മക്കളെ. നിങ്ങൾക്കൊരു പോറൽ പോലും എത്തരുത് എന്ന പ്രാർത്ഥനയുമായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തിരിച്ച് ആംബുലൻസിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കയറി വന്നാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. നിസ്സാരമാണ്. അതിന് നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് പരിഹാരം കാണാം. ഒരുമിച്ചിരുന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്വാളിറ്റി ടൈം എന്ന് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ ഏത് വികാരവും ഷെയർ ചെയ്യൂ. ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. മാതാപിതാക്കളായി ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. എന്താ നിങ്ങൾക്ക് തരേണ്ടത്? നിങ്ങൾക്ക് തന്നതിലും കൂടുതൽ ഇനിയും എന്താ ഞങ്ങൾ തരേണ്ടത്? തരാം, പക്ഷെ നിങ്ങൾ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ ചിതയ്ക്ക് തീ കൊളുത്താൻ നിങ്ങളുണ്ടാവും. ഞങ്ങളുടെ ആ കുഴിമാടത്തിൽ അവസാന പിടി മണ്ണ് വാരിയിടാൻ നിങ്ങളുണ്ടാവണം. ഇതാണ് മോഹം. ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടി അച്ഛനായി നിന്ന് ഞാൻ പറയാം, അതുണ്ടാവണം. നിസ്സാരമായ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കി പിണങ്ങിപ്പോവുകയോ നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ തല്ലുണ്ടാക്കുകയോ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യരുത്. ഒരു ജന്മമേ ഉള്ളൂ. നമുക്ക് സന്തോഷത്തോടെ ചേർന്ന് നിന്ന് ചേർത്ത് പിടിച്ച് കഴിഞ്ഞു പോകാനുള്ളതാണ് ഈ ജീവിതം. അതിനാകട്ടെ ഈ തുടക്കം. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിഷ്ണു നഗറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വിഷ്ണു നഗർ
തിരുവനന്തപുരത്തെ എന്നല്ല, കേരളത്തിലെ ഏറ്റവും മികച്ച റെസിഡൻസ് അസോസിയേഷൻ എന്ന നിലയിലേക്ക് ഉയരണം. അതെങ്ങനെയെന്ന് വെച്ചാൽ ലഹരി വിമുക്തമായ, ആത്മഹത്യരഹിതമായ ഒരു സ്നേഹത്തിൻ്റെ ഉറവിടമായ റെസിഡൻസ് അസോസിയേഷൻ, മറ്റ് റെസിഡൻസ് അസോസിയേഷൻ മാതൃകയായി പരിലസിക്കുന്ന ഒരു അസോസിയേഷനായി വിഷ്ണുനഗർ മാറട്ടെ എന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒപ്പം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി പറയുന്നു, എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കൊണ്ടു നടക്കുന്ന, ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എന്നെ കൊണ്ടു നടക്കുന്ന സർവേശ്വരനോട് നന്ദി പറയുന്നു. എന്നെ മോൾഡ് ചെയ്തെടുത്തതെല്ലാം ഒരു കൂട്ടം ദൈവങ്ങളാണ്, അതെല്ലാം ഗുരുക്കന്മാരാണ്. സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും യൂണിവേഴ്സിറ്റിയിലുമൊക്കെ എന്നെ മോൾഡ് ചെയ്തത് കുറേ ഗുരുക്കന്മാരാണ്. ഗുരുക്കന്മാരെല്ലാം ദൈവങ്ങളാണ്. എൻ്റെ ദൈവങ്ങൾക്കും നന്ദി. എന്നെ ഭൂമിയിൽ അവതരിപ്പിച്ചതും പ്രസവിച്ചതും വളർത്തിയതുമൊക്കെ 2 മഹാദൈവങ്ങളാണ്, അമ്മയും അച്ഛനും. നിങ്ങളുടെ ഉള്ളിൽ അമ്മയും അച്ഛനും മഹാദൈവങ്ങളാണെന്ന് ചിന്തയുണ്ടാവട്ടെ. എന്നെ ഭൂമിയിൽ അവതരിപ്പിച്ച അമ്മയെന്ന അച്ഛൻ എന്ന 2 മഹാദൈവങ്ങൾക്കും എണ്ണിയാലൊടുങ്ങാത്ത നന്ദിയോടെ സ്നേഹപൂർവ്വം വിനയം.